ഹലോ എവരിവൺ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചത് അബ്നോർമൽ ലോസും അബ്നോർമൽ ഗെയിനും ആയിരുന്നു അല്ലേ. അതിനെ നോട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലോസിനെ കാട്ടിയും കൂടുതൽ ലോസ് ഉണ്ടാകുമ്പോഴാണ്. അതായത് ഇപ്പോൾ കമ്പനി ഒരു 10,000 രൂപയാണ് ലോസ് വിചാരിക്കുന്നതെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ 10,000-നെക്കാട്ടിയും കൂടുതൽ ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് 15,000 ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അബ്നോർമൽ ആയിട്ടുള്ള ലോസാണ്. നോർമൽ ലോസിനെക്കാട്ടിയും കൂടുതൽ ലോസ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ അബ്നോർമൽ ലോസാണ്. ഓക്കെ, ഇനി അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ച ലോസ് സംഭവിക്കാതെ അതിൽ നിന്നൊരു ലാഭം കമ്പനിക്ക് ഉണ്ടാകുമ്പോഴാണ് അല്ലേ. ഇപ്പോൾ പ്രോസസ് അക്കൗണ്ട്സിൻ്റെ കേസിൽ അബ്നോർമൽ ലോസും അബ്നോർമൽ ഗെയിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അബ്നോർമൽ ഗെയിനിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കമ്പനി ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലോസ് 10,000 ആണെന്നുണ്ടെങ്കിൽ അവിടെ 10,000 എമൗണ്ടിൻ്റെ ഒരു ലോസ് സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ അത് 8,000 ആയിരിക്കാം, അല്ലെങ്കിൽ 5,000 ആയിരിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് കമ്പനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു ഗെയിൻ, ഒരു നേട്ടം കിട്ടുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഇതിന് അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പം നോർമൽ അല്ലാത്ത ഒരു സാഹചര്യത്തിൽ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളിലൂടെ എന്നാൽ കമ്പനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളിലൂടെയാണ് അബ്നോർമൽ ലോസും അബ്നോർമൽ ഗെയിനും ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് കമ്പനി വിചാരിച്ച് വെച്ചിട്ടുള്ള നോർമൽ ലോസിനെ അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ലോസിനെ കാട്ടിയും കൂടുതൽ ലോസ് വരുമ്പോഴാണ്. ദെൻ അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത് കമ്പനി വിചാരിച്ച ലോസിനെ കാട്ടിയും കുറവ് എമൗണ്ട് ഓഫ് ലോസ് സംഭവിക്കുമ്പോഴാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. വാല്യുവേഷൻ ഓഫ് അബ്നോർമൽ ലോസ്. ഇത് നമ്മൾ നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ നമ്മൾ നോട്ടിൽ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ജേണൽ എൻട്രീസ് നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിലേക്ക് പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിച്ചാൽ മതി. അല്ലാതെ ജേണൽ എൻട്രീസ് ഒന്നും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ പ്രോബ്ലം നല്ലോണം നോക്കുക, കാരണം ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആയിരിക്കും മിക്കവാറും എക്സാമിന് ചോദിക്കുക. ടെക്സ്റ്റിൽ ഇക്വേഷൻ ഒന്ന് നോക്കുക. നമ്മൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുള്ള ഇക്വേഷൻ ഇതല്ലായിരുന്നു അല്ലേ. നമ്മൾ എഴുതിയത് ഇങ്ങനെയായിരുന്നു: ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് സെയിൽ പ്രൊസീഡ്സ് ഓഫ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് മൈനസ് നോർമൽ ലോസിൻ്റെ യൂണിറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ നേരിട്ടൊരു ഇക്വേഷൻ അതിന് മുന്നേ കൊടുത്തിട്ടുണ്ട്. നോക്കുക, വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് അല്ലേ. വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസ് ആണ്. ഓക്കെ, ഈ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്നും സെയിൽ പ്രൊസീഡ്സ് ഓഫ് സ്ക്രാപ്പിനെ മൈനസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫസ്റ്റത്തെ ഇക്വേഷൻ നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ല. നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ് ഓഫ് അബ്നോർമൽ ലോസ് എഴുതി തന്നിട്ടില്ല. പകരം നമ്മൾ ഇത് നേരിട്ട് എഴുതുക ചെയ്തത് അല്ലേ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് സെയിൽ പ്രൊസീഡ്സ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് മൈനസ് യൂണിറ്റ് ഓഫ് നോർമൽ ലോസ്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്കിനി ഒരു പ്രോസസ് അക്കൗണ്ടിൽ എത്രത്തോളം അബ്നോർമൽ ലോസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അബ്നോർമൽ ഗെയിനിൻ്റെ കേസ് ഒന്ന് നോക്കാം. അബ്നോർമൽ ഗെയിനും സെയിം ഇക്വേഷൻസ് തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത്. അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത് അസാധാരണമായിട്ട് കമ്പനിക്ക് ഉണ്ടായിട്ടുള്ളൊരു നേട്ടമാണ്. ആ നേട്ടം ഉണ്ടാകുന്നത് നോർമൽ ലോസിനെക്കാട്ടിയും കുറവ് ഒരു ലോസ് സംഭവിക്കുമ്പോഴാണ് അല്ലേ. സോ അബ്നോർമൽ ഗെയിനിൻ്റെ വാല്യൂ കാണാൻ വേണ്ടി നമ്മൾ നോട്ട്ബുക്കിൽ എഴുതിയ ഇക്വേഷൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ് എന്നായിരുന്നു. പക്ഷേ ഇവിടെ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നും കൂടെ എലാബറേറ്റ് ചെയ്ത് എഴുതിയ ഇക്വേഷനാണ് നോട്ട്ബുക്കിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് സിമ്പിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എഴുതി തന്നിട്ടുള്ളത്. ഇനി നമുക്ക് പ്രോബ്ലം ഒന്ന് നോക്കാം അല്ലേ. അതിൽ ക്വസ്റ്റ്യനിൽ 2 പാർട്ടായിട്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് 3 പ്രോസസ്സിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതിന് ഡാറ്റ കൊടുത്തിട്ടുണ്ട് അല്ലേ. മെറ്റീരിയൽ എക്സ്പെൻസസും അതുപോലെ തന്നെ ഡയറക്റ്റ് വേജസിൻ്റെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഓവർ ഹെഡിൻ്റെ ടോട്ടൽ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ പ്രോസസ് 1ൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് 1000 യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് 6 രൂപ വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നൊക്കെ പറയില്ലേ, അതുപോലെ പ്രോസസ് 1 അക്കൗണ്ടിൽ ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ എമൗണ്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ പ്രൊഡക്ഷൻ ഓവർ ഹെഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഡയറക്റ്റ് വേജസിൻ്റെ 100% അടിസ്ഥാനത്തിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളിതിന് മുന്നൊരു പ്രോബ്ലം ചെയ്തപ്പം ഡയറക്റ്റ് വേജസിൻ്റെ 150% വെച്ച് ചെയ്തില്ലായിരുന്നോ? അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യേണ്ടത്. പ്രൊഡക്ഷൻ ഓവർ ഹെഡ് നമ്മൾ 100% ഓഫ് ഡയറക്റ്റ് വേജസ് ആയിട്ടാണ് കൊടുക്കുക. ഇനി ലോസിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. പ്രോസസ് 1ൽ
ആക്ച്വലായിട്ട് ഉണ്ടാവേണ്ട ഔട്ട്പുട്ട് 950 പക്ഷേ അവിടെ 5% നോർമൽ ലോസ് ഉണ്ടാവും, 5% നോർമൽ ലോസ് ഉണ്ടാവും. ഈ നോർമൽ ലോസ് ഉണ്ടാവുമ്പോൾ അതിനെ സെയിൽ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ഇപ്പം എന്തെങ്കിലും വേസ്റ്റേജ് സംഭവിച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റ് പറ്റിയിട്ടുള്ളതോ ആയിട്ടുള്ള കമ്മോഡിറ്റീസൊക്കെ എന്ത് ചെയ്യും, നമ്മൾ സെയിൽ ചെയ്യൂലേ. അപ്പോൾ അതൊക്കെ സ്ക്രാപ്പായിട്ടാണ് കണക്കാക്കുക അല്ലേ. അതുകൊണ്ട് തന്നെ നോർമൽ ലോസിലൂടെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യും, സ്ക്രാപ്പായിട്ട് സെയിൽ ചെയ്ത് കൊടുക്കും. സോ 4 രൂപ വെച്ചിട്ടാണ് പ്രോസസ്സ് 1-ൽ ചാർജ് ചെയ്യുന്നത്. പ്രോസസ്സ് 2-ൽ 840 യൂണിറ്റ്സ് ആണ് ആക്ച്വൽ ഔട്ട്പുട്ട് ഉണ്ടാവേണ്ടത്. അതായത് നമ്മൾ പ്രോസസ്സ് അക്കൗണ്ട് ഉണ്ടാക്കുമല്ലോ, പ്രോസസ്സ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ എഴുതി കൊടുക്കൂലേ, അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എമൗണ്ട്, അവിടെ വരേണ്ടത് ഈ 840 ആണ് കേട്ടോ. ദെൻ നോർമൽ ലോസ് 10% കൊടുത്തിട്ടുണ്ട്. ഈ 10%-നെ സെയിൽ ചെയ്യുന്നത് 8 രൂപ വെച്ചിട്ടാണ്. ദെൻ പ്രോസസ്സ് 3-ൽ 750 ആണ് ആക്ച്വൽ ഔട്ട്പുട്ട് ഉണ്ടാവേണ്ടത്. അതിൽ തന്നെ 15% നോർമൽ ലോസ് ഉണ്ടാവുന്നുണ്ട്. ദെൻ സ്ക്രാപ്പിൻ്റെ വാല്യൂ 10 ആണെന്നും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ അക്കൗണ്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം അല്ലേ. ഫസ്റ്റ് പ്രോസസ് അക്കൗണ്ടിൽ യാതൊരുവിധ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, നമ്മൾ സാധാ ചെയ്ത പോലെ തന്നെ ചെയ്തു പോലാണ്. ഇവിടെ നോക്കാം, പ്രോസസ് അക്കൗണ്ടിൽ ഫസ്റ്റ് നമ്മൾ എഴുതിയത് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ്ഡ് ആണ്. മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ്ഡിൻ്റെ എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. 1000 യൂണിറ്റ്സ് ആണ് അല്ലേ. 1000 യൂണിറ്റ്സ് 6 രൂപ വെച്ചിട്ട്. സോ 1000 × 6 നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയായിരിക്കും, 6000. സോ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിട്ട് യൂണിറ്റ് കോളത്തിൽ 1000 എന്ന് എഴുതുക. ദെൻ അതിൻ്റെ എമൗണ്ട് കോളത്തിൽ 1000 × 6 ചെയ്തിട്ട് 6000 എന്നും എഴുതി കൊടുക്കുക. ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ദെൻ മെറ്റീരിയലിൻ്റെ എമൗണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 5200 ആണ്, അത് എഴുതി കൊടുക്കുക. ഡയറക്റ്റ് വേജസ് ഒരു എക്സ്പെൻസ് ആണല്ലേ, അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ എഴുതി കൊടുത്തു 4000. ദെൻ ഓവർ ഹെഡ് ഡയറക്റ്റ് വേജസിൻ്റെ 100% ആണ്. ഡയറക്റ്റ് വേജസിൻ്റെ എമൗണ്ട് ഇവിടെ 4000 ആണ്. 4000 തികച്ച് തന്നെ ഓവർ ഹെഡായിട്ട് കൊടുക്കും അല്ലേ. സോ ഓവർ ഹെഡിൻ്റെ എമൗണ്ട് ഇവിടെ 4000 ആണ്. ഇനി ഇതിനെ ടോട്ടൽ ചെയ്യുക. സോ യൂണിറ്റിൻ്റെ ഈ ഒരു 1000-നെ നമ്മൾ താഴേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ 6000 + 5200 + 4000 + 4000 ഇത് ചെയ്തപ്പോൾ നമുക്ക് 19200 കിട്ടി. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ നേരെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. സോ 1000 യൂണിറ്റ്സും ഉണ്ട്, 19200 ആണ് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് അല്ലേ. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ അടുത്ത അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതും ലോസ് ഉണ്ടെങ്കിൽ അതും കണക്കിലെടുക്കണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നോർമൽ ലോസ് തന്നിട്ടുണ്ട് അല്ലേ. നോർമൽ ലോസ് 5% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ 5%. ഇവിടെ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എത്രയാണ്, 1000 യൂണിറ്റ്സ് അല്ലേ. 1000 യൂണിറ്റ്സിൻ്റെ 5% ഇവിടെ നോർമൽ ലോസ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ 1000 × 5% നമുക്കിവിടെ 50 യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ 50 യൂണിറ്റിനെ സ്ക്രാപ്പായിട്ട് സെയിൽ ചെയ്യുമ്പം 4 രൂപ വെച്ചിട്ടാണ് ചാർജ് ചെയ്യുക അല്ലേ. ക്വസ്റ്റ്യൻ നോക്കുക. ദെൻ 50 × 4 ചെയ്യുക. ആ 200 എന്നുള്ള എമൗണ്ട് ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നോർമൽ ലോസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കമ്പനികളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ലോസാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ ഇൻപുട്ടിൻ്റെ 5% എന്ത് ചെയ്തിട്ടുണ്ട്, നോർമൽ ലോസായിട്ട് പോയിട്ടുണ്ട്. ആ നോർമൽ ലോസിനെ നമ്മൾ സ്ക്രാപ്പായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്, അത് 4 രൂപ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നോർമൽ ലോസ് എന്ന് എഴുതി. ദെൻ നമ്മൾ യൂണിറ്റ്സ് എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ എമൗണ്ട് കോളത്തിൽ 200 എന്നും എഴുതി കൊടുത്തു. ഓക്കെ, ഇനി ഇതിൽ വേറെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് പ്രോസസ്സ് 2 അക്കൗണ്ടിൽ അല്ലെങ്കിൽ പ്രോസസ്സ് ബി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് 950 യൂണിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് പ്രോസസ്സ് 1 അക്കൗണ്ടിൻ്റെ ഫൈനൽ യൂണിറ്റ് എന്ന് പറയുന്നത് 950 ആയിരിക്കണം. ഇതിന് വേണം നമുക്കിനി ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ 950 യൂണിറ്റ്സ് നമ്മളിവിടെ എഴുതി. ഇനി ഇതിൻ്റെ വാല്യൂ നമുക്ക് കാണണം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ഇതിനെ ബാലൻസ് ചെയ്യുക. എന്നിട്ട് ഈ 19200-ൽ നിന്ന് 200 മൈനസ് ചെയ്താൽ കിട്ടുന്ന ബാക്കി എമൗണ്ട് ആയിരിക്കും പ്രോസസ്സ് 2 അക്കൗണ്ടിൽ ബാലൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ 950 യൂണിറ്റ്സ് അതിൻ്റെ എമൗണ്ട് 19000 ആയിരിക്കും. അതായത് 19200-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, 200-നെ മൈനസ് ചെയ്തിട്ടാണ് ഇവിടെ 19000 എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത അക്കൗണ്ടിലേക്ക് പോവാം അല്ലേ. അടുത്ത അക്കൗണ്ടിന് പ്രോസസ്സ് ബി അക്കൗണ്ടാണ്. ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതായത് നമ്മൾ ഇതുവരെ ചെയ്യാത്ത അബ്നോർമൽ ലോസ് വരുന്നുണ്ട്. നോർമൽ ലോസ് നമുക്ക് ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ടല്ലോ അല്ലേ. ഇതിന് പുറമെ എന്തെങ്കിലും കോസ്റ്റ് വരുന്നുണ്ടെങ്കിലാണ് അല്ലെങ്കിൽ ലോസ് വരുന്നതിനെയാണ് നമ്മൾ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പ്രോസസ്സ് എ അക്കൗണ്ടിൽ നിന്ന് ഈ 950 യൂണിറ്റ്സിനെയും
അതുപോലെ തന്നെ 19,000 യൂണിറ്റ്സിനെയും ട്രാൻസ്ഫർ ചെയ്ത് പ്രോസസ് ബി അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം അല്ലേ. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. പ്രോസസ് എ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ബാലൻസ് എന്താണോ അതിന് അടുത്ത പ്രോസസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ ഇവിടെ നമ്മൾ പ്രോസസ് അക്കൗണ്ടിലേക്ക് 950 യൂണിറ്റ്സും 19,000 ട്രാൻസ്ഫർ ചെയ്ത് എഴുതി. ഇനി മെറ്റീരിയലിൻ്റെ ചാർജ് എഴുതി 3,960, ഡയറക്റ്റ് വേജസിൻ്റെ ചാർജ് എഴുതി 6,000. ദെൻ 100% ഓഫ് ഡയറക്റ്റ് വേജ് ആണ് ഓവർ ഹെഡ് അല്ലേ. സോ 6,000 പിന്നെയും നമ്മൾ എഴുതി, അത് ഓവർ ഹെഡാണ്. ഇനി നമ്മളിതിന് ടോട്ടൽ 19,000 പ്ലസ് 3,960 പ്ലസ് 6,000 പ്ലസ് 6,000 നമുക്ക് 34,960 ടോട്ടൽ കിട്ടുക. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റി ഈ ബാലൻസിനെ ഇനി നമുക്ക് ബാക്കിയുള്ളത് കണ്ടുപിടിക്കണം അല്ലേ. നോർമൽ ലോസ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. നോർമൽ ലോസ് 10% സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ബാലൻസ് എമൗണ്ട് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് സ്റ്റോക്ക് പോലെ വന്നിട്ടുള്ളത് 950 യൂണിറ്റ്സ് ആണ്. ഈ 950 യൂണിറ്റ്സിൻ്റെ 10% ഇവിടെ യൂണിറ്റിൽ നോർമൽ ലോസ് ആയിട്ട് വരുന്നത്. അപ്പോൾ 950 മെറ്റീരിയൽ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പോലെ വന്നത് അല്ലേ. ആ 950ൻ്റെ 10% എന്താവും? നോർമൽ ലോസ് ആവും. അതായത് 95 യൂണിറ്റ്സ് നോർമൽ ലോസ് ആണ്. ഈ നോർമൽ ലോസിനെ സെയിൽ ചെയ്യുന്നത് 8 രൂപ വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ 95 × 8 നമുക്ക് 760 ആൻസർ കിട്ടും. അതിന് നമ്മളിവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ദെൻ പ്രോസസ് 2 അക്കൗണ്ടിൽ 840 യൂണിറ്റ്സ് ആണ് ബാലൻസ് ഉണ്ടാവേണ്ടത് അല്ലേ. നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ പ്രോസസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ 950 ഇങ്ങോട്ട് എഴുതിയല്ലോ, അതായത് ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതിയല്ലോ. എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ പ്രോസസ് ഈ അക്കൗണ്ടിൻ്റെ ബാലൻസ് എഴുതുക. അതായത് ട്രാൻസ്ഫർ ടു പ്രോസസ് ഈ അക്കൗണ്ടെന്നോ എന്തെങ്കിലും എഴുതിയിട്ട് ഈ 840 യൂണിറ്റ്സിനെ ഇവിടെ എഴുതുക. ഓക്കെ, ഈ 840 യൂണിറ്റ്സിനെ നമ്മളിനി എന്തിൻ്റെ ബേസിലാണ് വാല്യൂ ചെയ്യാന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല അല്ലേ. ഈ പ്രോസസ് ഈ അക്കൗണ്ടിൽ ബാലൻസ് എമൗണ്ടിനെ എത്ര രൂപ വെച്ചിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ഈ യൂണിറ്റ് കോളം ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 950 നിന്ന് നോർമൽ ലോസ് ആയിട്ടുള്ള 95 പ്രോസസ് ഈ അക്കൗണ്ടിൻ്റെ 840 മൈനസ് ചെയ്താൽ പിന്നെയും അവിടെ 15 യൂണിറ്റ്സ് ബാക്കിയാണ് അല്ലേ. നോർമൽ ലോസ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോസസ് ഈ അക്കൗണ്ടിലേക്ക് 840 യൂണിറ്റ്സ് ആണ് വേണ്ടത്. ദെൻ അവിടെ ബാക്കിയുള്ള എമൗണ്ട് 15 യൂണിറ്റ്സ് എന്ന് പറയുന്നത് അബ്നോർമൽ ലോസ് ആണ്. ഓക്കെ, അപ്പോൾ അബ്നോർമൽ ലോസ് നമുക്ക് കിട്ടുന്നത് പ്രോസസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്. ഇവിടെ നമുക്ക് 15 എന്ത് കിട്ടി? അബ്നോർമൽ ലോസിൻ്റെ യൂണിറ്റ് കിട്ടി. ഇനി നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ, ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എമൗണ്ട് കണ്ടുപിടിക്കണം. ഇനി നമ്മൾ നേരത്തെ എഴുതിയെടുത്ത ഇക്വേഷനൊക്കെ ഈ ഒരു അബ്നോർമൽ ലോസിൻ്റെ വാല്യുവേഷന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇവിടെ 15 യൂണിറ്റ്സ് ആണെന്ന് നമുക്കറിയാം, പക്ഷേ അതിൻ്റെ എമൗണ്ട് നമുക്കറിയില്ല അല്ലേ. അപ്പം നമ്മളിനി അത് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കുക, നമ്മൾ എഴുതിയ ഇക്വേഷൻ ഇങ്ങനെയല്ലായിരുന്നോ? വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് ഇസ് ഈക്വൽ ടു എക്സ്പെൻസസ് മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ്. എക്സ്പെൻസസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റെപ്സ് എഴുതിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോസസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ എക്സ്പെൻസസിനെയും റഫായിട്ട് ആഡ് ചെയ്യണം എന്നല്ലേ. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ബാലൻസിങ് കംപ്ലീറ്റ് ആക്കുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം? വെറുതെ ഒന്ന് ഈ ഒരു ഡെബിറ്റ് സൈഡിനെ ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ടോട്ടൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ 19,000 പ്ലസ് 3,960 പ്ലസ് 6,000 പ്ലസ് 6,000. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ടോട്ടൽ എക്സ്പെൻസസ് ആയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്കതൊന്ന് മൈനസ് ചെയ്യാനുള്ളത് സെയിൽ ഓഫ് സ്ക്രാപ്പാണ്. സെയിൽ ഓഫ് സ്ക്രാപ്പ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ് അല്ലേ. അതായത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് 760 സ്ക്രാപ്പ് വിറ്റിട്ട് കിട്ടിയിട്ടുള്ളത് അല്ലേ. സോ 760 സ്ക്രാപ്പിൻ്റെ വാല്യൂ. സോ 19,000 പ്ലസ് 3,960 പ്ലസ് 6,000 പ്ലസ് 6,000 മൈനസ് 760 എന്ന് എഴുതി. ദെൻ ഹോൾ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ് ആണ്. ഇവിടെ ഇൻപുട്ടായിട്ട് വന്നത് 950 യൂണിറ്റ്സ് ആണല്ലേ. 950 യൂണിറ്റ്സ് ആയിരുന്നു ഇൻപുട്ടായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 950 നിന്ന് നമ്മൾ നോർമൽ ലോസിൻ്റെ യൂണിറ്റിനെ മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കുക, 950 യൂണിറ്റ് ഓഫ് ഇൻപുട്ട്. ഇൻപുട്ടിൽ നിന്നും നോർമൽ ലോസിൻ്റെ അല്ലെങ്കിൽ ലോസിൻ്റെ യൂണിറ്റിനെ മൈനസ് ചെയ്യണം. സോ 950 മൈനസ് 95. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊന്ന് സോൾവ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ 19,000 പ്ലസ് 3,960 പ്ലസ് 6,000 പ്ലസ് 6,000 മൈനസ് 760 എന്ന് പറയുന്നത്
34,200 ഓക്കെ. ഇനി ഈ 34,200 നമ്മൾ 950 മൈനസ് 95 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 950 എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ടാണല്ലേ, ഇൻപുട്ടാണ്. 95 എന്ന് പറയുന്നത് നോർമൽ ലോസിൻ്റെ യൂണിറ്റുമാണ്. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 40 വാല്യൂ കിട്ടുന്നത്. സോ അബ്നോർമൽ ലോസിലൂടെ ഉണ്ടായിട്ടുള്ള യൂണിറ്റിന് 40 രൂപ വെച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുക. ഇവിടെ അബ്നോർമൽ ലോസിൻ്റെ യൂണിറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എത്രയാണ്? 15 യൂണിറ്റാണ് അസാധാരണമായിട്ട് വന്നിട്ടുള്ള ലോസിലെ. ഓക്കെ, അപ്പം ആക്ച്വൽ ലോസിന് പുറമേ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? 15 യൂണിറ്റ് അബ്നോർമൽ ലോസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ 15 യൂണിറ്റിന് 40 രൂപ വെച്ചിട്ട് 600 രൂപയാണ് അബ്നോർമൽ ലോസിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ തോന്നുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ പ്രോസസ് അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ ഇത് ഡെബിറ്റ് സൈഡ് ആണല്ലോ. ഈ ഡെബിറ്റ് സൈഡിൽ എല്ലാ എക്സ്പെൻസസും അല്ലേ ഉണ്ടാവുക. ഈ എക്സ്പെൻസസിനൊക്കെ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിലുള്ള സ്ക്രാപ്പ് വാല്യൂവിൻ്റെ എമൗണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ടാവും. ആ എമൗണ്ടിനെ കൊണ്ട് മൈനസ് ചെയ്യാം. എന്നിട്ട് ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര യൂണിറ്റ് ആണോ ഇൻപുട്ട് നമ്മൾ എഴുതിയിട്ടുള്ളത് അതിനെ പ്രോസസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ ഉണ്ടാവുന്ന നോർമൽ ലോസിൻ്റെ യൂണിറ്റിനെ കൊണ്ട് മൈനസ് ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അബ്നോർമൽ ലോസിൻ്റെ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ അബ്നോർമൽ ലോസ് നമുക്കറിയാം 15 യൂണിറ്റ് ആണ്. ഈ 15 യൂണിറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? 15 ഇൻറ്റു 40 ചെയ്തപ്പോൾ നമുക്ക് 600 കിട്ടി. ഇനി നമുക്ക് ഇവിടെ കിട്ടാനുള്ളത് 33,600 ആണല്ലേ. അതായത് ഈ എമൗണ്ട് ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടില്ല ശരിക്കും. 950 34,960 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ദെൻ 950 നിന്ന് 95 840 കുറച്ചപ്പോഴാണ് 15 കിട്ടിയതല്ലേ. ഇനി 34,960 നിന്നും 760 അതായത് നോർമൽ ലോസിൻ്റെ സ്ക്രാപ്പ് വാല്യൂവും അബ്നോർമൽ ലോസിൻ്റെ 600 എന്നുള്ള എമൗണ്ടും ഇത് രണ്ടും കൂടി കുറയ്ക്കുമ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് പ്രോസസ് സി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട യൂണിറ്റിൻ്റെ എമൗണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 15 അബ്നോർമൽ ലോസ് കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ജസ്റ്റ് ബാലൻസ് ചെയ്തു, അതിനെ ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റി. ആ ബാലൻസിൽ നിന്നും നമ്മൾ നോർമൽ ലോസിൻ്റെയും പ്രോസസ് സി അക്കൗണ്ടിലേക്ക് ഉണ്ടാവേണ്ട ഫൈനൽ ബാലൻസിൻ്റെയും യൂണിറ്റ്സിനെ കുറച്ച് കഴിഞ്ഞപ്പം പിന്നെയും അവിടെ 15 യൂണിറ്റ്സ് ബാക്കിയാണ്. ഇങ്ങനെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞിട്ടും അവിടെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അബ്നോർമൽ ലോസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 15 യൂണിറ്റ്സിന് നമ്മളിനി 600 നമുക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടായിരിക്കും. അതൊന്നും കൂടി പറയാൻ ശ്രദ്ധിക്കുക. ഇവിടെ എല്ലാ എക്സ്പെൻഡിച്ചറും നമ്മൾ ആദ്യം ആഡ് ചെയ്യണം. പ്രോസസ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ എക്സ്പെൻസസും ആഡ് ചെയ്യാം. ഇവിടെ 19,000 പ്ലസ് 3,960 പ്ലസ് 6,000 പ്ലസ് 6,000 അല്ലേ. ഇത് ടോട്ടൽ ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം? നോർമൽ ലോസിൻ്റെ എമൗണ്ട് മൈനസ് ചെയ്യണം. അതായത് 760 എന്ന് പറയുന്നത് സ്ക്രാപ്പ് വാല്യൂ ആണല്ലോ. സോ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് മൈനസ് നോർമൽ ലോസിൻ്റെ യൂണിറ്റ്സ് ആണല്ലേ. ദെൻ നമ്മളതിൻ്റെ 40 എമൗണ്ട് കിട്ടിയ എമൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്തു? പ്രോസസ് അക്കൗണ്ടിലെ അബ്നോർമൽ ലോസിനെ അതായത് 15 യൂണിറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്തു. സോ 15 ഇൻറ്റു 40 ആണ് കേട്ടോ. ഇവിടെ അബ്നോർമൽ ലോസിൻ്റെ എമൗണ്ട് വരുന്നത് അറ്റ് 40 ആണ്. സോ 15 ഇൻറ്റു 40 നമുക്ക് 600 കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷനാണ്. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഇനി നമുക്ക് അടുത്ത അക്കൗണ്ടിലേക്ക് പോവാം. പ്രോസസ് സി അക്കൗണ്ട്. പ്രോസസ് ബി അക്കൗണ്ടിൽ നിന്നും പ്രോസസ് സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുണ്ട് അല്ലേ. അത് 840 യൂണിറ്റ്സ് ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് തന്നെ പ്രോസസ് സി അക്കൗണ്ടിൽ ആ ട്രാൻസ്ഫർ നടത്തിയിട്ടുണ്ട്. പ്രോസസ് ബിയിലെ എമൗണ്ടിനെ ബാലൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 840 യൂണിറ്റ്സ് അറ്റ് 33,600 രൂപയാണ് എമൗണ്ട് വന്നിട്ടുള്ളത്. ദെൻ അതിൽ തന്നെ മെറ്റീരിയൽ 5,924 ഉണ്ട്, വേജസ് 8,000 ഉണ്ട്, ഓവർ ഹെഡ് വേജസിൻ്റെ സെയിം ആണ്, അല്ലെങ്കിൽ വേജസിൻ്റെ 100% ആണല്ലോ. സോ 8,000 ഉണ്ട്. ഞാനിവിടെ അബ്നോർമൽ ഗെയിൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്രെഡിറ്റ് സൈഡ് ആണല്ലേ. ഈ അബ്നോർമൽ ഗെയിനുള്ള കാര്യം ശരിക്കും നമുക്ക് അറിയില്ല അല്ലേ. അതവിടെ നിന്നോട്ടെ, ഇപ്പം നോക്കണ്ട. ദെൻ ക്രെഡിറ്റ് സൈഡിലേക്ക് നോക്കുക. ക്രെഡിറ്റ് സൈഡിൽ നോർമൽ ലോസ് എന്ന് പറഞ്ഞിട്ട് 126 എഴുതിയിട്ടുണ്ട്. അതായത് 840ൻ്റെ 15% എന്ത് ചെയ്തിട്ടുണ്ട്?
നോർമൽ ലോസായി പോയിട്ടുണ്ട്. സോ 840 ഇൻറ്റു 15% 126 കിട്ടി. ഈ 126-നെ നമ്മൾ 10 രൂപ വെച്ചിട്ടാണ് സ്ക്രാപ്പ് സെയിൽ ചെയ്യുന്നത്. സോ 126 ഇൻറ്റു 10 1260 കിട്ടി. ഓക്കെ, ഇനി കമ്പനിയുടെ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിങ്ങിൽ, അതായത് പ്രോസസ് 3 അക്കൗണ്ടിൽ ഫിനിഷ്ഡ് സ്റ്റോക്കായിട്ട് എത്ര യൂണിറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്? 750 യൂണിറ്റ്സ് ആണ് വേണ്ടത് അല്ലേ? ആ 750 യൂണിറ്റ്സിനെ നമ്മൾ ഇങ്ങോട്ട് എഴുതി. ഓക്കെ, ദെൻ നമ്മളിതൊന്ന് ബാലൻസ് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഇവിടെ 750 + 126, അതായത് 876 യൂണിറ്റ്സ് ഉണ്ട് അല്ലേ? നേരെ ക്രെഡിറ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ആകെ 840 മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഈ അബ്നോർമൽ ഗെയിൻ ഇവിടെ നമ്മൾ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 876 എന്നുള്ളൊരു ബാലൻസ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ, സോ 840 എന്ന് പറയുന്ന ഒരു എമൗണ്ട് മാത്രമേ ഡെബിറ്റ് സൈഡിലുള്ളൂ അല്ലേ? സോ 876 - 840 നമുക്ക് കിട്ടുന്ന യൂണിറ്റ്സിനെയാണ് നമ്മൾ അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം അബ്നോർമൽ ഗെയിനെ നമ്മൾ പ്രോസസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ തിയറി എഴുതിയ കൂട്ടത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് നമ്മൾ വല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ അബ്നോർമൽ ഗെയിനിൻ്റെ യൂണിറ്റ് നമുക്കിവിടെ കിട്ടി 36 അല്ലേ? ഇനി നമുക്ക് നോക്കേണ്ടത് അബ്നോർമൽ ഗെയിനിൻ്റെ വാല്യൂഷൻ എങ്ങനെയാണ് നടത്തുക എന്നുള്ളതാണ്. അബ്നോർമൽ ഗെയിനിൻ്റെ വാല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഈ ബാലൻസ് കിട്ടിയിട്ടില്ല അല്ലേ? കാരണം ഈ എമൗണ്ട് നമുക്കിപ്പോഴും കിട്ടിയിട്ടില്ല. ജസ്റ്റ് നമ്മൾ നോർമൽ ലോസിൻ്റെ എമൗണ്ടും യൂണിറ്റും എഴുതി, ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിങ്ങിൻ്റെ യൂണിറ്റും എഴുതിയിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ആണ് എഴുതേണ്ടതെന്ന് കണ്ടുപിടിക്കാനുണ്ട്. അതിന് മുന്നേ നമ്മൾ അബ്നോർമൽ ഗെയിനിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അബ്നോർമൽ ഗെയിനിൻ്റെ വാല്യൂഷനും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, അതായത് അബ്നോർമൽ ലോസിൻ്റെ വാല്യൂഷൻ പോലെ തന്നെയാണ്. എക്സ്പെൻസസിൽ നിന്ന് സെയിൽ ഓഫ് സ്ക്രാപ്പ് മൈനസ് ചെയ്യാം, ദെൻ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എല്ലാ എക്സ്പെൻസസിനെയും ഒന്ന് ടോട്ടൽ ചെയ്തു. 1260, അതായത് സെയിൽ ഓഫ് സ്ക്രാപ്പ് കൊണ്ട് മൈനസ് ചെയ്തു. ദെൻ അതിനെ നമ്മൾ 840 - 126 കൊണ്ട് ഡിവൈഡും ചെയ്തു. ഓക്കെ, ഇത് തന്നെയാണ് ഞാനിവിടെ അടുത്ത സ്ലൈഡിൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇക്വേഷൻ സെയിം തന്നെയാണല്ലേ? എക്സ്പെൻസസ് മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ്. എക്സ്പെൻസസ് എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനലായിട്ട് പ്രോസസ് അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുന്നതിന് മുന്നേ റഫായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഡെബിറ്റ് സൈഡിന് ടോട്ടൽ ചെയ്യലാണ്. ഇവിടെ നമുക്ക് 33,600 + 5,924 + 8,000 + 8,000 ഡിവൈഡഡ് ബൈ 840 - 120 ആണ് വരിക അല്ലേ? നമുക്ക് കിട്ടുക 76 എന്നാണ്. ഈ 76 അബ്നോർമൽ ഗെയിനിൻ്റെ വാല്യൂ. 36 യൂണിറ്റ്സ് ആണ് അബ്നോർമൽ ഗെയിനിൻ്റെ യൂണിറ്റ്സ് അല്ലേ? അതിനോട് നമ്മൾ എന്ത് ചെയ്യാം, 76-നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2936 എന്ന എമൗണ്ട് കണ്ടുപിടിക്കാം. ഈ കണ്ടുപിടിച്ചിട്ടുള്ള എമൗണ്ടിനെയാണ് നമ്മളിവിടെ മാറ്റി എഴുതുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, നേരത്തെ ഞാൻ 2936 എന്നായിരുന്നു ഇവിടെ എമൗണ്ട് മിസ്റ്റേക്കൺലി ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും എമൗണ്ട് വരുന്നത് 2736 ആണ് കേട്ടോ. 36 യൂണിറ്റ്സിനെ 76 രൂപ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2736 ആണ് കിട്ടുക. ഓക്കെ, ദെൻ നമ്മുടെ ഫൈനൽ പ്രോസസ് അക്കൗണ്ട് ആണല്ലേ ഇത്? പ്രോസസ് സി അക്കൗണ്ട് ആണ്. അബ്നോർമൽ ഗെയിനിൻ്റെ നേരെ നമ്മൾ 36 യൂണിറ്റ്സിൻ്റെ 2736 എന്നുള്ള എമൗണ്ടും എഴുതി കൊടുത്തു. അതായത് 36 × 76 ആണ് 2736. ഇനി നമ്മളിതിനെ ബാലൻസ് ചെയ്യുക. ഇപ്പോൾ 876 ഇവിടെ കിട്ടി. ദെൻ 58,260 ഈ സൈഡിൽ കിട്ടി, ഡെബിറ്റ് സൈഡിൻ്റെ കോളത്തിൽ കിട്ടി. ദെൻ അതിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റി. ഇനി നമ്മൾ ബാലൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് നമുക്ക് 750 ആണെന്ന് അറിയാം. ഈ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കിനി ബാലൻസിങ് ഫിഗറാണ് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ എമൗണ്ട് ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ 58,260 നിന്ന് 1260 പോയാൽ 57,000 എമൗണ്ട് കിട്ടും. ആ എമൗണ്ടാണ് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ എമൗണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രോബ്ലത്തിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത 3 പ്രോസസ് അക്കൗണ്ടും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതിൽ അബ്നോർമൽ ഗെയിനിൻ്റെയും അബ്നോർമൽ ലോസിൻ്റെയും ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. ഞാനത് ഒരുപാട് തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ടൈം ലാഗ് ഇത്രയും ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, പ്രോബ്ലം നോട്ടിലേക്ക് എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.